കോട്ടയം ഏറ്റുമാനൂരിൽ തട്ടുകടയിലെ തർക്കത്തിനിടയിലുണ്ടായ സംഘർഷത്തിൽ പോലീസുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. നെഞ്ചിലേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. വാരിയെല്ലും ഒടിഞ്ഞിട്ടുണ്ട്. ശ്വാസകോശത്തിൽ ക്ഷതവും ആന്തരിക രക്തസ്രാവവും ഉണ്ടായതായി ഫോറൻസിക് റിപ്പോർട്ടും പറയുന്നു. സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. സനോജ്, ക്രൂരമായ മർദ്ദനമേറ്റാണ് ആ പോലീസുകാരൻ മരണമടഞ്ഞത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തുവരുന്ന വിശദാംശങ്ങൾ എന്തൊക്കെ? തീർച്ചയായിട്ടും ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടായി. അതിക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായത്. ഒപ്പം തന്നെ വാരിയെല്ലുകൾക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി സംഭവസ്ഥലം സന്ദർശിക്കുകയാണ്. ഇവിടെയാണ് MC റോഡിലെ ഈ റോഡിന് സമീപമുള്ള ഈ തട്ടുകടയിലെ തർക്കത്തെ തുടർന്നാണ് ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്യാം പ്രസാദിന് അതിദാരുണമായ മർദ്ദനമേൽക്കുകയും പിന്നീട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. ഇപ്പോൾ സംഭവ സ്ഥലത്ത് പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുവാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പോലീസ്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദും ഒപ്പം തന്നെ സ്റ്റേഷൻ ഓഫീസറായിട്ടുള്ള ഏറ്റുമാനൂർ സ്റ്റേഷൻ ഓഫീസർ അൻസിലും ഇവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തട്ടുകടയിലുണ്ടായ അടുത്തടുത്തുള്ള രണ്ട് തട്ടുകടകളാണ്. ഈ തട്ടുകടകളിലെ ആളുകൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ പ്രതി ജിബിൻ ജോർജ് ഇവിടെ രണ്ട് തട്ടുകടയുടെ ആവശ്യമില്ല, ഒരു തട്ടുകട മാത്രം മതി എന്ന പേരിൽ ഈ ഒരു തട്ടുകട നടത്തുന്ന സ്ത്രീയുമായി വാക്കേറ്റമുണ്ടാകുന്നു. ആ വാക്കേറ്റത്തിനിടയിലാണ് ഈ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ശ്യാം പ്രസാദ് ഇന്നലെ രാത്രി 11:30 സംഭവ സ്ഥലത്തെത്തിയത്. അതിനെ തുടർന്ന് ഈ സംഘർഷാവസ്ഥ അദ്ദേഹം മൊബൈലിൽ ചിത്രീകരിക്കുകയായിരുന്നു. അങ്ങനെ മൊബൈലിൽ ചിത്രീകരിക്കുന്നതിനിടയിൽ ഉണ്ടായ ശ്രമമാണ് പ്രകോപനപരമായ കാരണത്തിലേക്ക് വഴിവെച്ചത്. പിന്നീട് പ്രതി അതിക്രൂരമായ രീതിയിൽ ഈ ജിബിൻ ജോർജ് എന്ന് പറയുന്ന പ്രതി അതിക്രൂരമായ രീതിയിൽ ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ശ്യാം പ്രസാദിനെ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ നിലത്ത് വീണതിന് ശേഷം അദ്ദേഹത്തെ ചവിട്ടിക്കൂട്ടി. അങ്ങനെ വാരിയെല്ലുകൾക്ക് ക്ഷത സംഭവിച്ചു. ആന്തരിക രക്തസ്രാവവുമുണ്ടായി. അതിനെ തുടർന്ന് പിന്നീട് പ്രതിയെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഏറ്റുമാനൂരിലെ പോലീസ് നൈറ്റ് പട്രോളിങ്ങിനിടയിൽ ഇതുവഴി കടന്നു പോകുമ്പോൾ പിടികൂടുകയും അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റുകയും ചെയ്തു. ഈ സമയം സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ശ്യാം പ്രസാദിന് ഗുരുതരമായി പരിക്കേറ്റ അവശതയായി. പിന്നെ അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ഇപ്പോൾ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തി പരിശോധനകൾ നടത്തിയതിനു ശേഷം പ്രതിയെ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ പരിശോധന എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് തന്നെ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയാണ് ആദ്യഘട്ടത്തിൽ ഇവിടേക്ക് എത്തിയത്. കാരണം ഈ മരണപ്പെട്ട ശ്യാം പ്രസാദിൻ്റെ സംസ്കാരം ഇന്ന് രാത്രി 7 മണിയോടുകൂടിയാണ് മാഞ്ഞൂരിലെ വസതിയിൽ നടക്കുക. അവിടേക്ക് പോയി ആദരം അർപ്പിച്ചതിന് ശേഷമാണ് ജില്ലാ പോലീസ് മേധാവി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ആ മാർഗമധ്യയാണ് ഇവിടെ എത്തി ഈ സംഭവസ്ഥലം സന്ദർശിക്കുകയും ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തത്. അല്പസമയത്തിനകം ഒരു പക്ഷേ പ്രതിയുമായി ഇവിടെ എത്തി തെളിവെടുപ്പ് നടത്താൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. വിനിഷ. സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കോട്ടയത്ത് പോലീസുകാരൻ്റെ മരണത്തിന് കാരണം നെഞ്ചിലേറ്റ ഗുരുതര പരിക്കാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാരിയെല്ല് ഒടിഞ്ഞിട്ടുണ്ട്. ശ്വാസകോശത്തിൽ ക്ഷതവും ആന്തരിക രക്തസ്രാവവും ഉണ്ടായതായി ഫോറൻസിക് റിപ്പോർട്ടിലും പറയുന്നു. സനോജാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.